ഇറാൻ ഇസ്രയേൽ സംഘർഷം, അമേരിക്കൻ പിന്തുണയോടുകൂടിയുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം, അതിനുള്ള പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നു. അത് കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെ കൂടി കേന്ദ്രീകരിക്കുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഉള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ആക്രമിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ 6 ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ മേഖലയിലടക്കം നിരുത്തരവാദപരമായ ആക്രമണത്തിലേക്ക് ഇറാൻ പോയതെന്ത്? ആയത്തുള്ള ഖാംനായി എന്ന തലമുതിർന്ന നേതാവ്, പരമോന്നത നേതാവ്, ആത്മീയ നേതാവ്, ഇറാൻ്റെ ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടതിലുള്ള ആഘാതം ഒരുപക്ഷെ കൂടുതൽ അഗ്രസീവിലേക്ക് ഇറാനെ നയിക്കുകയാണോ, അതോ നിലനിൽക്കുന്ന നേതൃത്വത്തിൻ്റെ അഭാവം വരുത്തുന്ന ശൂന്യത, ആ ശൂന്യതയുടെ കുറവ് പരിഹരിക്കാനുള്ള ഇറാൻ്റെ പെടാപ്പാടുകളാണോ ഇത്തരത്തിലേക്ക് വഴിവിട്ട രീതിയിൽ ആക്രമണങ്ങൾ പോകുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നിരവധിയാണ്. പക്ഷേ ഇപ്പോഴും ആക്രമണം തുടരും എന്ന്, ഇറാനെതിരായ ആക്രമണം തുടരും എന്നാണ് അമേരിക്ക പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നിലപാടിലേക്ക് തന്നെ ഇസ്രയേൽ നിൽക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ ഇസ്രയേലിലേക്ക് കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽ അടക്കം ഭീകരമായ ബ്രഹ്മാസ്ത്രം, അതായത് ഇറാൻ്റെ ഏറ്റവും ശക്തി കാട്ടുന്ന എന്തൊക്കെ രീതിയുണ്ടോ, അത് ബാലിസ്റ്റിക് മിസൈൽ നേരത്തെ അയച്ചതല്ല, അതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള അറ്റകൈ പ്രയോഗം എന്നൊക്കെ നാട് പറയുന്നത് പോലെ ഉള്ള ഒരു പ്രയോഗത്തിലേക്ക് ഇറാൻ പോയാൽ ഇസ്രയേലുമായി ഉണ്ടാകുന്ന സംഘർഷം രൂക്ഷമാകും. അമേരിക്കയ്ക്ക് ഒരുപക്ഷേ ഇസ്രയേലിൻ്റെ ഏതെങ്കിലും തരത്തിൽ അപകടാവസ്ഥയിൽ അമേരിക്കയ്ക്ക് നേരിട്ട് ഇടപെടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ ആർക്കൊപ്പമാകും? ഇങ്ങനെ സംഘർഷഭരിതമായ വളരെ കോംപ്ലിക്കേറ്റഡായ രീതിയിലേക്ക് മിഡിൽ ഈസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, സെൻട്രൽ ഏഷ്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഉയരുന്നത് ഈ സംഘർഷം ഇവിടെ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇത് മറ്റൊരു ബൈഫർക്കേഷനിലേക്ക്, ലോകത്തെ മറ്റ് രാജ്യങ്ങൾ ഒക്കെ തിരിയുന്ന പഴയ വേൾഡ് വാറിൻ്റെ സ്വഭാവത്തിൽ രണ്ട് പക്ഷ രാജ്യങ്ങൾ രൂപപ്പെടുകയും അത് തമ്മിലുള്ള ഒരു സംഘർഷമായി മാറുകയും ലോകം മുഴുവൻ ആ യുദ്ധത്തിൻ്റെ വിനാശത്തിലേക്ക് പോകുന്നത് പോലും ഒരുപക്ഷെ കാണാം. ആ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഇറാൻ്റെ വാതകങ്ങളടക്കമുള്ള മൂല്യങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരം വ്യാപാരത്തിൽ ഇടപെടുന്ന താല്പര്യമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് അമേരിക്ക അവിടേക്ക് ആ വിഭവങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചാൽ അത് ഉണ്ടാക്കാവുന്ന നഷ്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി താല്പര്യങ്ങൾ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. അതാണ് തീർച്ചയായും അത്തരത്തിലൊരു ബൈഫർക്കേഷനിലേക്ക്, അത്തരത്തിലൊരു വേർതിരിക്കലിലേക്ക് പോകും. അതൊരു പക്ഷേ ലോക യുദ്ധം, വേൾഡ് വാർ എന്നതിൻ്റെ സ്വഭാവത്തിൽ പല ചേരികളായി തിരിയുന്ന ഒരു താല്പര്യ ചേരികളായി തിരിയുകയും അതൊരു പക്ഷേ രൂക്ഷമായൊരു യുദ്ധത്തിലേക്കൊക്കെ നീങ്ങിയാൽ അതൊരു വലിയ നാശനഷ്ടത്തിലേക്ക് പോകും. പക്ഷേ ഒരു വേൾഡ് വാർ സ്വഭാവം ഇനി ഉണ്ടാകില്ല എന്നൊക്കെയാണ് പൊതുവിൽ നിരീക്ഷകർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ അത് ലോകത്തിൻ്റെ തന്നെ അവസാനമാകും എന്ന് പറയുകയുണ്ടായി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപക്ഷേ ആ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ ജോസഫ് ആൻ്റണി നമ്മോടൊപ്പം ചേരുകയാണ്. ജോസഫ് ആൻ്റണി, എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? പിടിവിട്ട് നിൽക്കുകയാണ്. ആയത്തുള്ള ഖാംനായുടെ മരണത്തോടുകൂടി അല്ലെങ്കിൽ കൊലപാതകത്തോടുകൂടി ഇറാൻ ജനത കൂടുതൽ അഗ്രസീവാകുന്നു. ഇതാ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇറാൻ്റെ ആക്രമണങ്ങളാകെ നീങ്ങുന്നത്. ഈ രീതിയിലേക്ക് പോയാൽ വലിയ പ്രശ്നങ്ങളാകില്ല ഇവിടെ? അത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയവും സാഹചര്യവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ തുടക്കം മുതൽ അറിയാവുന്ന ഒരു കാര്യം, അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ടത് ഒന്നാണ്. അവര് ഈ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആണവ കരാറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ ഒരു പുകമറയായി. ആ പുകമറയുടെ കീഴിൽ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇറാനിലെ ഈ റഷ്യൻ ചേഞ്ചാണ്, ഭരണമാറ്റമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് പിന്നെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇതിനുള്ള ഒരു കരുക്കൾ ഇറാന്റെ ഉള്ളിലും ഇറാന്റെ പുറത്തുമൊക്കെ അവർ നീക്കാൻ തുടങ്ങിയത് ഡിസംബർ മാസം 28-ാം തീയതി തൊട്ടാണ്. ആ ഡിസംബർ മാസം 28-ാം തീയതി തൊട്ട് നടന്ന സംഭവവികാസങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, അത് ഈ അലി ഖമേനി ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന അലി ഖമേനിയെ കൊല്ലുക, പ്രസിഡന്റായിട്ടുള്ള പെസഷ്കിയാനെ കൊല്ലുക, പ്രതിരോധ മന്ത്രിമാരെ കൊല്ലുക, അങ്ങനെ അവിടുത്തെ ഭരണ സംവിധാനത്തെ മുഴുക്കെ തകർത്തുകൊണ്ട് ഈ ഭരണകൂടത്തിനെതിരായി അവിടെ വരാൻ സാധ്യതയുള്ള ആ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഭരണം പിടിച്ചെടുക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു
ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പദ്ധതി. 2025 ഡിസംബർ മാസം 28 ടെഹ്റാനിൽ പിന്നെ അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിട്ട് അവരെ വ്യാപാരികൾ സമരമുഖത്തേക്ക് വന്നത്. ആ സമരമുഖത്തേക്ക് വന്നപ്പോൾ 29 ഡിസംബർ 28 വ്യാപാരികൾ സമരരംഗത്തേക്ക് വരുന്നു. ഡിസംബർ 29 തന്നെ മൊസാദ് വളരെ പരസ്യമായി വന്നുകൊണ്ട് അവരുടെ എക്സ് ഹാൻഡിലൂടെ പേർഷ്യൻ ഭാഷയിൽ ഒരു സന്ദേശം നൽകുന്നു. എന്താ സന്ദേശം? ഈ വ്യാപാരികൾക്ക് നൽകുന്ന, അതായത് സമരവുമായിട്ട് നിൽക്കുന്ന ആളുകൾ നൽകുന്ന സന്ദേശമാണ്: നിങ്ങൾ സമരവുമായി ശക്തമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾ ദൂരെ നിന്നല്ല നിങ്ങൾക്ക് ഈ സന്ദേശം നൽകുന്നത്, വെറും വാക്കുകൾ കൊണ്ടല്ല സന്ദേശം നൽകുന്നത്, നിങ്ങളോടൊപ്പം ഗ്രൗണ്ടിൽ, ഈ സമരം നടക്കുന്ന ഗ്രൗണ്ടിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യമായ സന്ദേശം മൊസാദ് നൽകി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോവുക, എന്ത് തരത്തിലുള്ള സഹായവും നൽകാനായിട്ട് ഞങ്ങൾ ഉണ്ട് എന്ന് ഇസ്രായേലിന്റെ ചാരസംഘടന ഇറാന്റെ ഉള്ളിൽ, സമരത്തിന്റെ ഉള്ളിൽ വന്നുകൊണ്ട് സന്ദേശം നൽകുകയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണകൂടത്തെ അട്ടിമറിച്ച്, ഇറാന്റെ ഭരണവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പശ്ചിമേഷ്യയിലെ പരിപാടികൾ നടപ്പിലാക്കാൻ കഴിയുമോ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തറയൊരുക്കലാണ് നടന്നത്. ഇതിനെ സഹായിക്കുന്നതിന് തന്നെയാണ് വാസ്തവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉടൻ തന്നെ ഈ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്നുകൊണ്ട് പറഞ്ഞു: നിങ്ങൾ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകുക, നിങ്ങൾ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാന്നാ പറഞ്ഞു. അതായത് നിങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളെല്ലാം പിടിച്ചടക്കുക, നിങ്ങളോടൊപ്പം ഉണ്ട്. എന്നിട്ട് അദ്ദേഹം ഇറാൻ ഭരണകൂടത്തോട് അദ്ദേഹം പറഞ്ഞു: നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ സമരവുമായിട്ട് വരുന്ന ആളുകളെ ആക്രമിച്ചാൽ നിങ്ങൾക്കെതിരെ ഞാൻ ഇടപെടും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഈ സമരക്കാർക്ക് അദ്ദേഹം ഉപദേശം കൊടുത്തു: ഞങ്ങളുടെ ആർമഡ, ഞങ്ങളുടെ സൈനിക ശേഷി ഇതാ, ഞങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വരികയാണ്, ഇറാന്റെ അടുത്തേക്ക് ഞങ്ങൾ വരികയാണ്, നിങ്ങൾ സമരമായിട്ട് മുന്നോട്ടാൻ പറഞ്ഞു. ഈ വാചകം കേട്ടപ്പോൾ വാസ്തവത്തിൽ ഈ സമരരംഗത്തുണ്ടായിരുന്ന ആളുകൾ, ഇസ്രായേലിന്റെ പിന്തുണയുള്ള ആളുകൾ, അമേരിക്കയുടെ പിന്തുണയുള്ള ആളുകൾ, ഇവരെല്ലാരും കൂടെ ചേർന്ന് കുറച്ചുകൂടെ ശക്തമാക്കി സമരം. പക്ഷെ ഇവര് പ്രതീക്ഷിച്ച കണക്ക് അമേരിക്കയുടെ സഹായം വന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ സമരം ശക്തമായതോടുകൂടിയിട്ട് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താനായിട്ട് ഇറാനിയൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവരെന്താണോ ലക്ഷ്യം വെച്ചത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എങ്കിലും ഇദ്ദേഹം വീണ്ടും ഈ ആണവ വിഷയം കുത്തിപ്പൊക്കുകയും ആണവ വിഷയം ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം ഞാൻ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ആ സാഹചര്യത്തിലാണ് ഒമാന്റെ വിദേശകാര്യ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ അമേരിക്കയുടെ പ്രതിനിധികളും ഇറാന്റെ പ്രതിനിധികളും തമ്മിലുള്ള ആണവ സമാധാന ചർച്ചകളിലേക്ക് വന്നത്. അപ്പൊ അമേരിക്കയുടെ പക്ഷത്തു നിന്നും അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും പ്രസിഡന്റിന്റെ മരുമകനായിട്ടുള്ള യഹൂദ വംശജനായിട്ടുള്ള യാരദ് കുഷ്നറുമാണ് പ്രതികരിച്ചതെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് അബ്ബാസ് അരാഖിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അങ്ങനെ മൂന്ന് റൗണ്ട് ചർച്ചകളാണ് ഒമാനിലും ജനീവയിലും വെച്ച് നടന്നത്. ഏറ്റവും അവസാനം 26 ഫെബ്രുവരി മാസം 26 ചർച്ച നടന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹം അമേരിക്കൻ ഭരണകൂടം ഈ ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടിരുന്നു. ആദ്യം അവർ വെച്ച ഈ ചർച്ചയിലെ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല, യുറേനിയം എൻറിച്ച്മെന്റ് നടത്താൻ പാടില്ല. അവർ പറഞ്ഞു ഞങ്ങള് ഈ 26 അവർ സമ്മതിച്ചു, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കൽ ഞങ്ങളുടെ അജണ്ടയിലേ ഉള്ള കാര്യമല്ല, എൻറിച്ച്മെന്റ് ഞങ്ങൾ നടത്തിയത് ഞങ്ങൾ അതിന്റെ ലോവർ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരു കാരണവശാലും ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഖരങ്ങൾ ഒരിക്കലും ഞങ്ങൾ ശേഖരിക്കുകയുമില്ല എന്ന് ഈ ഒമാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോട് അവർ ഉറപ്പിച്ചു. അതായത് ഇതുവരെ നടന്ന ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ടായിരുന്നു. എന്നാൽ ഈ ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിൽ അമേരിക്ക കൂടെ പറയേണ്ടിരുന്നു, ആദ്യത്തേത് ആണവ പ്രശ്നമാണെങ്കിൽ പിന്നെ രണ്ടാമത് അവർ പറഞ്ഞു, നിങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇത് ഒരു ഗോൾ പോസ്റ്റ് അവർ മാറ്റിവെച്ചു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ വെച്ചു, നിങ്ങൾ ഒരു കാരണവശാലും ഹമാസ് പോലെയുള്ള അല്ലെങ്കിൽ ഹൂതികൾ പോലെയുള്ള നിങ്ങളുടെ അങ്ങനെയുള്ള സഖ്യശക്തികളെയൊന്നും നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു. അപ്പൊ അതായത് എങ്ങനെയെങ്കിലും ഈ ചർച്ചകളുടെ വഴി തെറ്റിച്ച് ഈ ചർച്ചകളുടെ ലക്ഷ്യത്തിലെത്താതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ 26 ഈ ചർച്ചകൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ വാർത്തകളെല്ലാം ലോകം മുമ്പോട്ട് കൊണ്ടുവച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചകൾ, അതായത് യഥാർത്ഥത്തിൽ ആണവ പ്രശ്നമെങ്കിൽ അത് തീർക്കാനുള്ള ഉപാധികൾ അല്ലെങ്കിൽ അത് തീർക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ വെച്ചിരിക്കുന്നു, ഇറാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്
വാർത്ത പ്രിന്റ് ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെയാണ് 28-ാം തീയതി ട്രംപ് ഇതിനെതിരായിട്ടുള്ള ആക്രമണം നടത്തിയത്. ഈ ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട കാര്യം, ഈ ആക്രമണത്തിന് വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ആദ്യം USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ, അതായത് ഈ ലോകത്തിലെ വലിയ ഒരു വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ. ആ ഇബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചു, ഒന്നാമത്. രണ്ടാമത് ഈ കരീബിയയിൽ, അതായത് നിക്കോളാസ് മദൂറോ എന്ന് പറയുന്ന വെനസ്വേലയുടെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ജനുവരി മാസം 3-ാം തീയതി പിന്നെ പട്ടാളത്തെ അയച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് സഹായം നൽകിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ഫോർഡിനെ കരീബിയയിൽ നിന്നും ഈ മെഡിറ്ററേനിയനിലേക്ക് വരാനുള്ള നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തു. അത് വരുന്നതിന് വേണ്ടിയിട്ടുള്ള 10 ദിവസത്തെ ഗ്യാപ്പാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഇറാനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 10 ദിവസത്തെ ഗ്യാപ്പാണ് തരുന്നതും അതിനുള്ളിൽ നിങ്ങൾ കരാറിൽ എത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു. ഈ കരാറിൽ ഈ പറഞ്ഞ 26-ാം തീയതി കരാറിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി ഒരുങ്ങുകയും ഇറാൻ ഈ കാര്യങ്ങൾക്ക് വഴങ്ങുകയും ചെയ്തിട്ടും ഈ കപ്പല് എത്തി മെഡിറ്ററേനിയൻ കടലിൽ, ഇസ്രായേലിന്റെ തീരത്ത് മെഡിറ്ററേനിയൻ കടലിൽ USS ജെറാൾഡ് ഫോർഡ് എത്തിയ ആക്രമണം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയത്. നമുക്കിതിനകത്ത് മനസ്സിലാവുന്ന കാര്യം, തുടക്കം മുതൽ തന്നെ ഇറാനിലെ ആണവ പ്രശ്നത്തിന്റെ പേരിലല്ല ഇത്തവണ ഇസ്രായേലും ഈ അമേരിക്കയും ഇറങ്ങിയിരിക്കുന്നത്. ഈ ഭരണകൂട അട്ടിമറി നടത്തിക്കൊണ്ട് അതായത് അവർക്ക് ആകെ കൂടി പശ്ചിമേഷ്യയിൽ അവരുടെ അമേരിക്കൻ മേധാവിത്വത്തെ, അമേരിക്കയുടെ സാമ്രാജ്യത്വ ചിന്തകളെയും പിന്നെ ഇസ്രായേലിന്റെ സെറ്റിലർ കുടിയേറ്റ കൊളോണിയലിസം എന്ന് പറയുന്ന പദ്ധതിയെയും എതിർക്കുന്ന ഒരേ ഒരു രാജ്യം പിന്നെ ഇറാനാണ്. ആ ഇറാനെ കൂടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ പശ്ചിമേഷ്യ മുഴുക്കെ ഇസ്രായേലിന്റെ കൺട്രോളിൽ നിൽക്കും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈ ലോകരാഷ്ട്രീയത്തിൽ അവരുടെ അധീശത്വം നിലനിർത്താൻ കഴിയും എന്ന് പറയുന്ന അവസ്ഥ നേടിയെടുക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചതാണ് ഈ എപ്പിക് ഫ്യൂറി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഈ ഓപ്പറേഷൻ. അതാണ് തീർച്ചയായും. കാരണം അത് അങ്ങനെ പേര് മാറ്റുകയായിരുന്നു ട്രംപ്. ആദ്യം ലയൺ റോഡ്സ് എന്നൊക്കെ ആയിരുന്നു അല്ലേ? അത് പിന്നെ ലയൺ റോഡ്സ് എന്ന് പറയുന്ന പേര്. മറ്റേ അതിനു മുമ്പത്തെ ഓപ്പറേഷന് പിന്നെ എന്താ ലയൺ റൈസിംഗ് എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഓപ്പറേഷൻ പേര്. ഇത് ലയൺ റോഡ്സ്, സിംഹത്തിന്റെ അലർച്ച. പക്ഷേ ട്രംപ് പറഞ്ഞു ആ പേരൊന്നും വേണ്ട, ഇത് മതി, എപ്പിക് ഫ്യൂറി. വലിയ വലിയ കടുത്ത പേരുകൾ ഇടുന്നതിനകത്താണ് അദ്ദേഹത്തിന് ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു കാര്യം കൂടെ ആലോചിക്കണം. ഇദ്ദേഹം ജൂൺ മാസം 13-ാം തീയതി ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. ഫോർദോയും നതാൻസും ഇസ്ഫഹാനും. ഈ ആക്രമണം നടത്തിയതിനു ശേഷം ട്രംപ് എന്താ പറഞ്ഞത്? ഐ ഹാവ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റഡ് ഇറാൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ്. ഇറാന്റെ ആണവ ശേഷിയെ മുഴുക്കെ തുടച്ചു നീക്കി. അപ്പൊ അങ്ങനെ തുടച്ചു നീക്കെങ്കിൽ പിന്നെന്തിനാ ഈ ആണവ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതെല്ലാം ഒരു കളവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു നറേറ്റീവിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നമ്മൾ കണ്ടതല്ലേ, മാസ് ഡിസ്ട്രക്ഷൻ, വെപ്പൺസ് ഫോർ മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു പാവം ഇറാഖ് രാജ്യത്ത് ഏതാണ്ട്, അതായത് 2003-ൽ ഇറാൻ ഇറാഖിനെ ആക്രമിച്ചതിന് ശേഷം ഇത്രയധികം സേനകളെ പശ്ചിമേഷ്യയിൽ വിന്യസിച്ചതിന്റെ എന്തിനു വേണ്ടിയിട്ടാ? ആണവ ചർച്ചയ്ക്ക് എന്തിനാ ഇത്രയും പട്ടാളത്തെ കൊണ്ടുവരേണ്ട കാര്യം? എന്ന് മാത്രമല്ല, ഈ USS ജെറാൾഡ്, സാധാരണഗതിയിൽ ഇത്തരം വിമാനവാഹിനി കപ്പലുകൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ സേനകളും എല്ലാം 6 മാസത്തിന് തിരിച്ചു പോകേണ്ടതാണ്. 6 മാസത്തിനുള്ളിൽ ഈ അറ്റകുറ്റപ്പണികളും മറ്റുമൊക്കെ നടത്തേണ്ടതുണ്ട് ഈ വിമാനവാഹിനി കപ്പലുകൾക്ക്. പക്ഷേ ഈ ട്രംപിന്റെ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആ കാലം നീട്ടി. മനസ്സിലല്ലേ? സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അതായത് കൃത്യമായ ഈ ഭരണം മാറ്റം എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു പദ്ധതിയാണിത്. ഇത് പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇറാൻ ഈ വിഷയത്തെ തുടർന്ന് ഹോർമുസ് കടലിൽ അടച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിൽ കൂടിയാണ് സ്വാഭാവികമായി ചരക്ക് നീക്കത്തെ ഒക്കെ